പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വനലോക തീം പാർക്ക് ഈ കഥ കേൾക്കൂ. അറിഞ്ഞോ കൂട്ടുകാരെ, കാട്ടിൽ പുതിയ തീം പാർക്ക് വരുന്നു. പിങ്കി കാക്കമ്മ കൂട്ടുകാരോട് പറഞ്ഞു. ഹായ്, നമുക്ക് അവിടെ പോയി കളിച്ചു രസിക്കാം. കാട്ടിലെ പാർക്കിൽ പോയി നമുക്കും യന്ത്രങ്ങളിൽ കയറി ചാഞ്ചാടാം, ഊഞ്ഞാലിലാടാം, വെള്ളത്തിൽ ചാടാം, ചാടിക്കളിച്ചു തിമിർത്തിയിടാം. കാട്ടിലെ കുഞ്ഞുമൃഗങ്ങൾ കാത്തുകാത്തിരുന്ന വനലോക തീം പാർക്ക് എന്ന അത്ഭുത പാർക്ക് തുറന്നു. മരങ്ങളിൽ കെട്ടിയ സ്ലൈഡുകൾ, പുഴവെള്ളത്തിലേക്ക് ഊർന്നു ചാടാനുള്ള പലതരം സ്ലൈഡുകൾ, ആകാശത്ത് പറക്കുന്നത് പോലെ തോന്നുന്ന ട്രെയിൻ, പമ്പരം പോലെ വട്ടം തിരിയുന്ന യന്ത്ര ഊഞ്ഞാൽ. അങ്ങനെ മൃഗക്കുട്ടികളുടെ സ്വപ്നലോകമായിരുന്നു അത്. പാർക്കിന് മുന്നിൽ വലിയൊരു ബോർഡുണ്ടായിരുന്നു. നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രം പ്രവേശനം. തള്ളിക്കയറരുത്, മറ്റുള്ളവരെ പേടിപ്പിക്കരുത്, എല്ലാവരും കൂട്ടുകൂടി കളിക്കണം. ഓടിച്ചാടി തള്ളല്ലേ, വരി തെറ്റിച്ചു കടക്കല്ലേ, കൂട്ടം തെറ്റിപ്പായല്ലേ, കൂട്ടുകാരെ നോവിക്കല്ലേ, കൂട്ടുകൂടി നമ്മൾക്കൊന്നായി ആടാം പാടാം ചാടി രസിക്കാം. സ്വാഗത ഗാനവുമായി കുട്ടിക്കൊമ്പൻ അപ്പു അവരെ കാത്തു നിന്നിരുന്നു. ശുംഭൻ കുറുക്കനും ക്രൂരൻ കടുവയും ലംബൻ പുലിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് കരുതി തന്നെയാണ് പാർക്കിലെത്തിയത്. അവർ ഒത്തുചേർന്ന് പറഞ്ഞു, നിയമമോ, അതൊക്കെ ചെറുമൃഗങ്ങൾക്കല്ലേ, നമുക്ക് നേരെ കയറാം. അവർ ഗേറ്റിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. അപ്പോൾ തന്നെ പാർക്കിന്റെ കാവൽക്കാരായ കുരങ്ങന്മാർ, പക്ഷികൾ, മാനുകൾ, കാട്ടുപോത്തുകൾ, ആനക്കുട്ടി എന്നിവർ ഒത്തുകൂടി പറഞ്ഞു, അഹങ്കാരത്തോടെ ഗമ കാണിച്ചു വരുന്ന ഇവന്മാരെ പറ്റിച്ചിട്ട് തന്നെ കാര്യം. അവർ ഒരുമിച്ച് രസകരമായ പദ്ധതി തയ്യാറാക്കി. കുരങ്ങന്മാർ വള്ളികളിൽ കയറി തൂങ്ങി സ്ലൈഡിന് മുകളിൽ നിന്ന് വ്രീ വ്രീ എന്ന ശബ്ദം ഉണ്ടാക്കി കൂവി. പക്ഷികൾ ആകാശത്ത് ചുറ്റിപ്പറന്ന് കടുവയുടെയും കൂട്ടാളികളുടെയും കണ്ണിൽ നിറമുള്ള ഇലകൾ വീഴ്ത്തി. മാനുകൾ പാഞ്ഞോടി വഴിതെറ്റിച്ച് ചെന്നായ്ക്കളെ കറക്കി. അഹങ്കാരത്തോടെ കുതിച്ചു വന്ന കുറുക്കന്മാരുടെ മുഖത്തേക്ക് കാട്ടുപോത്തുകൾ മണ്ണു തെറിപ്പിച്ചു. ധും ധും എന്ന ശബ്ദത്തോടെ കുലുങ്ങി കുലുങ്ങി ആനക്കുട്ടി തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റിച്ച് എല്ലാവരെയും നനച്ചു. അവസാനം കുറുക്കന്മാരും കരടികളും പറഞ്ഞു, അയ്യോ, ഇതെന്താണിങ്ങനെ? നിയമം തെറ്റിച്ചാൽ ഇതാണ് ഫലം, അവർ പറഞ്ഞു. അഹങ്കാരം വെടിഞ്ഞ് കരടിയും കടുവയും കുറുക്കന്മാരും ചെന്നായ്ക്കളും തലകുനിച്ചു പറഞ്ഞു, ഇനി മുതൽ ഞങ്ങളും നിയമം പാലിക്കും. കൂട്ടായി കളിക്കാനാണ് തീം പാർക്ക്. അന്നു മുതൽ വനലോക തീം പാർക്ക് സൗഹൃദത്തിൻ്റെയും ചിരിയുടെയും സ്ഥലമായി. വലിയവരും ചെറിയവരും ഒരുമിച്ച് കളിച്ചു. നിയമം പാലിച്ചാൽ ഇരട്ടി മധുരം എന്ന പാഠം എല്ലാവരും പഠിച്ചു. എല്ലാവരും ഒത്തൊരുമയോടെ കളിച്ചു രസിച്ചു മടങ്ങി.